അപ്പോൾ ഒരു പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജി വന്ന ആൾക്കാർക്ക് നെഞ്ഞ് ഭാഗത്താണ് കൂടുതൽ ആ ലീഷൻസ് കാണുന്നതെങ്കിൽ ഇത് പറഞ്ഞ പോലെ ഭയങ്കര ചെസ്റ്റ് പെയിനായിട്ട് ആയിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ അവർ പല ആൾക്കാരെയും എക്സ്റേ എടുത്തു, ECG എടുത്തു, അറ്റാക്കാന്ന് വിചാരിച്ചു, എപ്പോഴാണ് ഇതൊക്കെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവർക്ക് നമുക്ക് ആ വേദന കുറച്ച് കൊടുക്കാൻ ഈ പറഞ്ഞ പോലെ ട്രൈസൈക്ലിക് ആൻറ്റി ആസിഡ്സ് തുടങ്ങാം, അതായത് ഞരമ്പിൻ്റെ ഗുളികൾ, പിന്നെ പ്രിഗാബലിൻ ഗാബാപെനിൻ തുടങ്ങാം. അതിന് കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ഇൻ്റർവെൻഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് ഇഞ്ചക്ഷൻ രൂപത്തിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ വേദന കുറയും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പൈനൽ കോഡിൽ നിന്ന് പുറത്ത് വരുന്ന ഒരു ഭാഗമുണ്ട്, അതായത് ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ പോലത്തെ ആ നെർവ് റൂട്ട്സ് പുറത്തേക്ക് വരുന്ന ഭാഗത്ത് തന്നെ നമുക്ക് അൾട്രാസൗണ്ട് ഗൈഡൻസിൽ ഈ ഒരു ഭാഗം കണ്ടുപിടിച്ച് അവിടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് കൊടുക്കണം. അതായത് സ്റ്റിറോയിഡ് ആവാം, അല്ലെങ്കിൽ ഡെക്സോണ ആവാം, അങ്ങനത്തെ എന്തെങ്കിലും മെഡിസിൻസ് കൊടുത്ത് ആ പെയിൻ ഒന്ന് സെറ്റിലാക്കാം. പക്ഷേ അതുകൊണ്ട് പൂർണ്ണമായിട്ട് വേദന മാറിക്കൊള്ളുന്നില്ല, കാഠിന്യം കുറഞ്ഞു വരും. അപ്പോൾ എന്നിട്ട് അതിൻ്റെ സംബന്ധമായ മസിൽസിൻ്റെ സ്റ്റിഫ്നെസ്സോ കുറയ്ക്കാനുള്ള ഡ്രൈ ഹീലിംഗോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിൻ്റെ ഈ ടൈം സ്പാൻ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. പേഷ്യൻസിന് ഉറങ്ങാൻ പറ്റും. ചില പേഷ്യൻസ് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, തട്ടുമ്പോൾ ഒക്കെ വേദനയൊക്കെ പറയാനുണ്ട്. അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. ആ സമയം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്.